നമസ്കാരം. ഞാൻ ഡോക്ടർ ബാലാജി നാരായണസ്വാമി രാമനാഥൻ. എൻ്റെ ചാനൽ NNR സ്കൂൾ ഓഫ് വിസ്ഡം. ഈ ചാനലിൽ നമ്മൾ സത്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ട്രൂത്തിനെ കുറിച്ചാണ് നമ്മൾ നിരന്തരം സംസാരിക്കുന്നത്. ഞാൻ രാവിലെ ഇന്നൊരു ടോക്ക് ഇട്ടിരുന്നു. അതിൻ്റെ സെക്കൻഡ് ഹാഫ് മഴയുടെ ശബ്ദം കാരണം കുറച്ച് ഓഡിയബിൾ അല്ലാതെ വന്നു. അടച്ചിട്ട മുറികളിലെന്നല്ല സംസാരിക്കുന്നത്. ഇപ്പോൾ പലപ്പോഴും പ്രകൃതിയുടെ പല ശബ്ദവും എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. ഞാൻ ആ ഒരു ടോക്ക് എല്ലാ ടോക്കും ഞാൻ 2-3 തവണ കേൾക്കാറുണ്ട്. അപ്പം അത് ഞാൻ കേട്ടതിന് ശേഷം എനിക്ക് തോന്നിയ 1-2 കാര്യങ്ങൾ ഞാനതിൽ പലപ്പോഴും വിമർശിക്കുന്ന രീതിയിൽ സംസാരിക്കാറുണ്ട്. അതായത് ചാരിറ്റി, ആശ്രമം, അമ്പലം നടത്തുന്നവർ, സ്കൂൾ നടത്തുന്നവർ, ഇങ്ങനൊരു വിമർശനം പോലെ ഞാൻ പറയുന്നുണ്ട് നമുക്ക് ചുറ്റും നടക്കുന്നൊരു കാര്യം. അപ്പം അങ്ങനെ നമ്മൾ അതിനെ എന്താണ് പറയുന്ന ഒരു എതിർപ്പായിട്ടല്ല അതിനെ കാണേണ്ടത്. ശരിക്കും നമുക്ക് ചുറ്റും ശരിയല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് എൻ്റെ കാഴ്ചപ്പാടിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് ഭഗവത്ഗീതയിൽ പറയുന്ന കണക്ക് സാക്ഷാൽ കൃഷ്ണൻ പറഞ്ഞാലും അർജുനൻ കേൾക്കണ്ടെന്ന് പറയുന്ന കണക്ക് കേൾവിക്കാർ അവരതിനെക്കുറിച്ച് പഠനം നടത്തി അവർ യുക്തിയുക്തം ചിന്തിച്ച് വേണം തീരുമാനം എടുക്കാൻ. അതേതെങ്കിലും പുസ്തകത്തിൽ പറയുന്നതുകൊണ്ടോ ഞാൻ പറയുന്നത് കൊണ്ടോ അല്ല. പൂർണ്ണ ബോധ്യത്തോടു കൂടി ഒരു കാര്യം ചെയ്താൽ മാത്രമേ അത് നമുക്ക് ബോധ്യമാവും. അപ്പോഴേ ഈ ബോധോദയം അല്ലെങ്കിൽ അറിവിലേക്ക് കടക്കാൻ പറ്റും. അപ്പം ഞാനതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു സാഹചര്യം വരുമ്പം ഈ ശരി തെറ്റ് എന്ന് പറയാൻ പാടില്ലെന്ന് ഞാൻ തന്നെ എൻ്റെ ഈ ടോക്കിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കാര്യം സ്ഥിതപ്രജ്ഞനെന്ന് പറഞ്ഞാൽ ശരിയും തെറ്റുമില്ല എന്നാണ്. കാര്യം ബ്രഹ്മസൂത്രത്തിൽ പറയുന്നത് എന്താ? ഞാനും നീയുമില്ല, നീയുണ്ടെങ്കിൽ ഞാനില്ല, ഇരുട്ടും വെളിച്ചവും എന്നൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ യാത്രയിൽ ആക്ച്വലി നമ്മൾ തന്നെയാണ് നമ്മളോട് സംസാരിക്കേണ്ടത്. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നമ്മൾ സ്നേഹിക്കേണ്ടത് നമ്മളെയാണ്. നമ്മൾ ലവ് ലെറ്റർ എഴുതേണ്ടത് നമ്മളോടാണ്. ഐ ലവ് യു എന്നല്ല എഴുതേണ്ടത്, ഐ ലവ് മൈസെൽഫ് എന്നാണ്. ഞാനെന്നല്ല, നമ്മൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നേ ഉള്ളൂ, പൂർണ്ണമായി ഒന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ വേണം ഇതിനെ നമ്മൾ കാണാൻ. അല്ലാതെ ഞാൻ പുസ്തകത്തെ വിമർശിക്കുന്നു അല്ലെങ്കിൽ ആൾക്കാർ വായിക്കുന്നില്ല, വായനയില്ല എന്നൊക്കെ ഞാനീ പറയുന്നത് നമ്മളെക്കുറിച്ചല്ല. നമുക്ക് ചുറ്റും നടക്കുന്ന 99% ആൾക്കാരിൽ കാണുന്ന കാര്യമാണ്. അപ്പോൾ അതിൽ 1% ഇപ്പുറം നിൽക്കുന്നവർക്കത് ബാധകമല്ല. അല്ലാതെ ഉള്ളവർക്ക് അത് ബാധകമാണ്. നമ്മൾ വളർന്നു വരുമ്പം നമ്മുടെ അച്ഛനും അമ്മയും സമൂഹവും നമ്മുടെ അടുത്ത് പറയും ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന് പറയും. എന്നിട്ടും കണ്ടിട്ടില്ലേ ചില കുട്ടികൾ അത് തന്നെ ചെയ്യുന്നവരില്ലേ? ക്ലാസ്സിലിരുന്ന് സംസാരിക്കരുതെന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നവരില്ലേ? ക്ലാസ് കട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ക്ലാസ് കട്ട് ചെയ്യുന്ന കുട്ടികളില്ലേ? അപ്പം അനുസരണശീലമില്ലായ്മയും എക്കാലത്തും ഉണ്ട്. ഇവിടെ ഈ യാത്രയിൽ വരുന്നവർക്ക് ഹൈ ഡിസിപ്ലിൻ ആവശ്യമാണ്. ഇത് ഊണിലും ഉറക്കത്തിലും ഇതൊരു വലിയ തപസ്സാണ്. തപസ്സെന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടില്ലേ? 2 പേര് സ്നേഹിക്കുമ്പോൾ പ്രേമവസ്തിക്ക് പിടിച്ചാൽ പിന്നെ കണ്ണ് കാണത്തില്ല എന്ന് പറയുന്നത് പോലെയാണ്. പിന്നെ അച്ഛനുമില്ല, അമ്മയില്ല, ജാതിയില്ല, മതവുമില്ല, അവർ ആ വഴിക്ക് പോകുന്നത് പോലെയുള്ള ഒരു പ്രേമമായിരിക്കണം നമുക്ക് സത്യത്തിനോട്. ഞാനിത് കൊണ്ടേ പോകൂ എന്നുള്ളൊരു പൂർണ്ണമായ ദൃഢനിശ്ചയമുള്ളവർക്ക് മാത്രമേ പറ്റൂ. അപ്പോഴും ഞാൻ പറയുന്നത് ആത്മീയത എന്ന് പറയുന്നത് ഒരു പ്രത്യേക സാധനമല്ല, അത് ഇൻ്റലിജൻസാണ്. സത്യത്തെ തിരിച്ചറിയുക എന്നുള്ളത്. അപ്പോൾ സത്യത്തെ തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള 99% കാപട്യമാണ്. അതിൽ നിന്ന് എങ്ങനെയാണോ ഒരു ഹംസം വെള്ളം കുടിക്കുമ്പോൾ അല്ലെങ്കിൽ
ഇന്നത് കുടിക്കുമ്പോൾ അതിൽ നിന്ന് അഴുക്ക് മാറ്റിയിട്ട് അത് മാത്രം കുടിക്കും, അല്ലെങ്കിൽ ഒരു താമരയിലയിൽ വെള്ളം വീണാൽ എന്ന് പറയുന്ന കണക്ക് നമ്മൾ ജനിച്ച് വളർന്ന് നമ്മൾ തന്നെയല്ല വളർന്ന് വലുതായത്. നമ്മൾ ഇന്ന് ശരിയെന്നും തെറ്റുമെന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മളെ ആരാണ് പഠിപ്പിച്ചത്? നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക. നമ്മൾ സമയത്ത് ക്ലാസ്സിൽ വരണം, എവിടെയെങ്കിലും പോയാൽ സമയത്ത് ചെല്ലണം, ടൈം കീപ്പപ്പ് ചെയ്യണം, അതൊരു ഡിസിപ്ലിൻ്റെ പാർട്ടാണ് എന്ന് നമ്മളെ കൊച്ചുനാളുടെ തൊട്ടേ പഠിപ്പിച്ചിട്ടുണ്ട്. എത്ര പേരത് പാലിക്കുന്നുണ്ട്? എത്ര പേര് സമയം പാലിക്കുന്നുണ്ട്? ടൈം ഈസ് ഗോഡാണ്. ടൈം ഈസ് ഗോഡാണ്. അങ്ങനെ ഓരോരോ കാര്യങ്ങളെടുത്ത് ടോട്ടലായിട്ട് വരുമ്പോഴാണ് ഇൻ്റലിജൻസ്. അല്ലാതെ എന്തോന്ന്, ഞാൻ അദ്വൈതം പഠിച്ചു, തത്വമസി എന്ന് പറഞ്ഞാൽ ഒരു ചുക്കും ചുണ്ണാമ്പിലും എത്താൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊരു ടോട്ടാലിറ്റിയാണ്. ഒരു മൊത്തത്തിലുള്ള ഭക്ഷണം, വസ്ത്രം, ഇങ്ങനെ പല പല കാര്യങ്ങളുമായിട്ട് കണക്റ്റഡാണ്. നമ്മുടെ ഭക്ഷണവും നമ്മുടെ ശരീരവും മനസ്സുമായിട്ട് കണക്റ്റഡാണ്. മനസ്സ് നന്നാവാതെ എങ്ങനെയാണ് നമ്മൾ സത്യത്തിൽ എത്തുന്നത്? അപ്പം അതിൻ്റെ സത്യം പഠിക്കണം. അത് ഇൻ്റലിജൻസാണ്. അപ്പം ഇതിനൊക്കെ വായന വേണം. നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ റിസേർച്ചിന് ലേറ്റസ്റ്റ് റിസേർച്ച് റിപ്പോർട്ടുകൾ വായിക്കണം. അങ്ങനെ വായന, നമ്മുടെ ന്യൂറോ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവർ പറയുന്നത് എപ്പോഴും ഈ വായന എന്ന് പറയുന്നത് അറിയാനുള്ളത്. ഒരു കൊച്ചുകുട്ടി എങ്ങനെയാണോ പ്രോഗ്രസ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ പ്രോഗ്രസ് ചെയ്യണം. അതാണ് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ ഇവിടെ ഉള്ളവർക്ക് വായനയില്ലെന്നും ആരും വായിക്കുന്നില്ലെന്നും ഇനി വായിച്ചിട്ട് കാര്യമില്ലെന്നും ഒക്കെയുള്ള ഈ വാദങ്ങളുണ്ടല്ലോ, ഇതൊക്കെ ചുമ്മാ തർക്കവാദങ്ങളാണ്. വെറുതെ ചുമ്മാ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഓരോരുത്തർ പറഞ്ഞ വാക്കുകൾ കടമെടുത്തങ്ങ് പറയുകയാണ്. ഇത് ഇല്ല, വാൾമുനയിൽ സഞ്ചരിക്കുന്ന പോലെ കഠിനമാണെന്ന് പറയും, എളുപ്പമാണെന്നും പറയും. അത് ആർക്കാണ് എളുപ്പം? നീന്തുന്ന എളുപ്പമാണോ? ആണ്. പുഴയുടെ സൈഡിൽ താമസിക്കുന്ന ഒരു കൊച്ചുനാളെ തൊട്ടേ പുഴയിൽ ചെന്ന് വീണ് തന്നെ നീന്തൽ പഠി. അതിൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഫോറിൻ കൺട്രിയിലെ ഒരു വെള്ളത്തിൽ ഇത് ആ ഇതിൽ തന്നെ അത് കൈയിട്ടടിച്ച് നീന്താൻ ആ കുട്ടിയെ സംബന്ധിച്ച് അത് എളുപ്പമാണ്. അപ്പോൾ ഇത് സ്വതസിദ്ധമായി കിട്ടിയിട്ടുണ്ടോ ആൾക്ക്, നാച്ചുറലായിട്ട് അത് എളുപ്പമാണ്. അങ്ങനെ ഒരാൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുക, ബോധോദയം കിട്ടി, അയാൾ പറയാണ് എളുപ്പമാണ്. അയാൾ പറയുന്നത് കേട്ട് നമ്മൾ വെള്ളത്തിൽ ചാടിയല്ലോ. അപ്പോൾ ഇതാണ് പറയുന്നത്. സാക്ഷാൽ ഞാൻ കൃഷ്ണൻ പറഞ്ഞാലും അർജുന നീ കേൾക്കരുത് എന്ന് പറയുന്ന യുക്തിയുക്തം ആലോചിക്കണം എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു പ്രാക്ടിക്കൽ സൈഡ് പറയുന്നുണ്ട്. പ്രാക്ടിക്കൽ സൈഡ് എന്ന് പറഞ്ഞാൽ അന്ധമായി ആരും പറയുന്നെടുത്ത് വിഴുങ്ങരുത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ സാധനം എടുത്ത് ചെയ്യരുത്. ധ്യാനം ചെയ്യരുത്, അപകടമാണ്. അപ്പോൾ ഇതാണ് പറയാൻ ശ്രമിക്കുന്നത്. അല്ലാതെ നമ്മൾ ബാക്കിയുള്ളവരെ വിമർശിക്കുന്നു, അല്ലെങ്കിൽ നമ്മളാരാ ഇവരെ വിമർശിക്കാൻ? നമ്മളാരാണ് ശങ്കരാചാര്യരെ തള്ളാൻ, അല്ലെങ്കിൽ രമണ മഹർഷി തള്ളാൻ, ജിദ്ദു കൃഷ്ണമൂർത്തി തള്ളാൻ? ഇവർക്ക് എന്ത് ക്വാളിഫിക്കേഷനുണ്ട്? അങ്ങനെ ഒരാൾ ചോദിച്ചാൽ ഇവരെ എതിർക്കാൻ എന്ത് ക്വാളിഫിക്കേഷനാണ് നമുക്ക് വേണ്ടത്? ഈ ഓഷോ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, JK ഈസ് എ ഫൂൾ. JK ഒരു മണ്ടനാണെന്ന് ഓഷോ പറഞ്ഞിട്ടുണ്ട്. ഓഡിയോ ഫയലിലുണ്ട്, ആർക്ക് വേണമെങ്കിലും ഓഷോയുടെ സൈറ്റിൽ ചെന്നാൽ കേൾക്കാം. പിന്നെ പറയുന്നുണ്ട്, ഹൗ ക്യാൻ യു ട്രെയിൻ എ സ്പിരിച്വൽ പേഴ്സൺ? ഒരു സ്പിരിച്വൽ പേഴ്സണെ ട്രെയിൻ ചെയ്യാൻ എങ്ങനെ പറ്റും? തിയോസഫിക്കാർ ജിദ്ദു കൃഷ്ണമൂർത്തിയെ തല്ലിപ്പഠിപ്പിച്ചു സ്പിരിച്വാലിറ്റി എന്നാണ് പറയുന്നത്. ഈസ് എ ട്രെയിൻഡ് ഫൂൾ എന്നാണ് ഓഷോ പറഞ്ഞത്. നമ്മളും അതുപോലല്ലേ? ഏതാണ്ടൊക്കെ പുസ്തകവും വായിച്ച് മന്ത്രവും വായിച്ചിട്ട് നമ്മൾ പറയുകയാണ് നമുക്ക് 701 ശ്ലോകം അറിയാം, നമ്മൾ ആത്മീയത പഠിച്ചു, സർട്ടിഫിക്കറ്റായി, കാവ്യവേഷം ഇട്ടു എന്ന് പറയുന്നത് പോലല്ലേ ഇത്? അപ്പം ഇത് പറയുമ്പം ആരെങ്കിലും വിമർശിക്കുക എന്നല്ല, വിമർശിക്കാൻ ആളില്ല. നമ്മുടെ ഉള്ളിൽ ഈ സാധനം തെളിയാനുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഞാനോ കേൾക്കുന്നവരോ, ഇനി കേട്ടിട്ടുള്ളവർ പൂർണ്ണതയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും ഞാനീ സംസാരിക്കുന്നത് എനിക്കാണ്. ഇനി എത്തിയവർ പണ്ടിങ്ങനായിരുന്നു, അവരുടെ പഴയകാലം അവർ ഓർക്കും. ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്നതൊക്കെ ഇതിലൂടെയൊക്കെ തന്നെ എല്ലാവരും കടന്നു പോയിട്ടുള്ളത്. അതിനി നടക്കാനാണെങ്കിലും ശരി, വണ്ടി ഓടിക്കാൻ പഠിച്ചാലും നീന്താൻ പഠിച്ചാലും
ഇതൊക്കെ അങ്ങനെയാണ്. ഞാൻ നീന്തൽ പഠിക്കാൻ ശ്രമിച്ചു. 10 ദിവസം ഒരു ട്രെയിനർ വന്നു. സ്വിമ്മിംഗ് പൂളുണ്ട്, ഫ്ലാറ്റിൽ തന്നെ ഉണ്ട്. 10 ദിവസം 1000 രൂപ വെച്ച് കൊടുത്തു. 10 ദിവസം കഴിഞ്ഞു, നീന്താൻ പഠിച്ചില്ല. അപ്പം വളരെ എളുപ്പമെന്ന് തോന്നിയൊരു കാര്യം എന്നെക്കൊണ്ട് സാധിച്ചില്ല. എന്തുകൊണ്ട് സാധിച്ചില്ലെന്ന് പല പറഞ്ഞു, ഇനിയും നിങ്ങൾ പഠിക്കണമെന്ന്. അപ്പം ഞാൻ ആലോചിച്ച് 10 ദിവസം ഇതായി, ഇനി അയാൾ 1 മാസം വന്നാൽ 30,000 രൂപ കൊടുക്കണ്ടേ? അപ്പം അത് പേടിച്ചിട്ടാണ് പിന്നെ നിർത്തിയത്. ശരിക്കും പറഞ്ഞാൽ അത് പേടിക്കാതെ അവിടെ കണ്ടിന്യൂ ചെയ്യണമായിരുന്നു. ഒരു പക്ഷേ 1-2 ദിവസം കഴിഞ്ഞ് നമ്മൾ നീന്തുമായിരിക്കും. പക്ഷെ അവിടെ നമ്മുടേതായ ലോജിക് മൈൻഡ് ഉപയോഗിച്ച് നമ്മൾ നിർത്തിയത് കൊണ്ടായിരിക്കാം. അപ്പം അതുകൊണ്ട് ഒന്നും എളുപ്പമല്ല, എന്നാൽ എല്ലാം എളുപ്പമാണ്. ആർക്കാണ് എളുപ്പം? തീവ്രമായി അത് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്. അവരിനി എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഇത് കിട്ടിയേ പറ്റൂ. വിവേകാനന്ദൻ ഗുരുവിനെ അന്വേഷിച്ചെന്നതുപോലെ നമ്മൾ ആ ലെവലിൽ നിന്നാൽ ഇതിൽ എന്ത് കടുകട്ടി സാധനമാണ് ഉള്ളത്? ഇവർ പറയുന്ന എല്ലാ പുസ്തകവും നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. ആര് പറഞ്ഞാലും മനസ്സിലാവാത്ത ഒരു കാര്യവും സത്യത്തെക്കുറിച്ച് ഇന്ന് വരെയും പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ ബേസിക് ഫൗണ്ടേഷൻ നമുക്കറിയാമെങ്കിൽ നമുക്കിത് പച്ചവെള്ളം പോലെ ഈ സംഭവം മനസ്സിലാവും. പിന്നെ ഇവർ നമ്മളെ പേടിപ്പിക്കാൻ ചിലപ്പോൾ സംസ്കൃതമൊക്കെ പറഞ്ഞു നോക്കും. അതിലൊന്നും വീഴരുത്. അതിൻ്റെ ട്രാൻസ്ലേഷൻ, മലയാളം ട്രാൻസ്ലേഷൻ എടുക്കുക. ജിത്തു കൃഷ്ണമൂർത്തി ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാവുന്നില്ലെങ്കിൽ അതിൻ്റെ മലയാളം എടുക്കുക. ഇത്രയേ ഉള്ളൂ കാര്യം. ഇതൊക്കെ ചുമ്മാതെ ഇവർ വലിയൊരു കടുപ്പമുള്ള സാധനമാണെന്ന് ബ്രാഹ്മണനും ശൂദ്രനും പറഞ്ഞ കണക്കുള്ള കാര്യങ്ങളാണ്. എല്ലാവർക്കും ഇതറിയാൻ പാടില്ല. ഇത് കുറച്ച് ആൾക്കാരുടെ കയ്യിലുള്ള സാധനം എന്ന് പറയുന്നതാണ്. പക്ഷെ അപ്പോഴും സമ്പത്തെടുത്ത് നോക്കി, ലോകത്തെ സമ്പത്തിൻ്റെ 60% സമ്പത്തും ചെറിയൊരു ശതമാനം ആൾക്കാരുടെ കയ്യിലാണ്. അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു? അപ്പോൾ എപ്പോഴും ഈ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സംഭവം 2% ആൾക്കാർക്കേ ഉള്ളൂ. അത് സമ്പത്തായിക്കോട്ടെ, സ്പിരിച്വാലിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി ആയിക്കോട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം എന്താണ് ക്രിയേറ്റിവിറ്റി, ആത്മീയതയിൽ ശരിക്കും നമുക്ക് വേണ്ടത് ക്രിയേറ്റിവിറ്റിയാണ്. വേറൊരാളെ കോപ്പി അടിക്കാൻ പാടില്ല. നമ്മൾ പാട്ടുകൾ എടുത്ത് നോക്കി, സിനിമാ പാട്ടുകൾ, കണ്ടൻ്റ് എല്ലാം സെയിം അല്ലേ? ഒന്നുകിൽ ദുഃഖം, മരണം, അല്ലെങ്കിൽ സ്നേഹം, പുനർജന്മം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു 10 വാക്കുകൾ വെച്ചിട്ടാണ് പാട്ടുകളെല്ലാം എഴുതിയിട്ടുള്ളത്. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇതുപോലെ തന്നെയാണ് എല്ലാ സബ്ജക്റ്റും. അപ്പം പിന്നെന്താ നമ്മൾ ചെയ്യുന്നത്? പിന്നെന്താ, വാക്കുകൾ മാത്രമേ മാറുന്നുള്ളൂ. അതിൻ്റെ കണ്ടൻറ്റ് സെയിമാണ്. പാട്ടുകളുടെ എല്ലാം കണ്ടൻറ്റ് സെയിമാണ്. നമ്മൾ ഈ പറഞ്ഞ കണക്ക് അതിൻ്റെ ട്യൂണിൽ ചെന്ന് പെട്ടിട്ട് ഈ പാട്ട് കൊള്ളാം, മറ്റേ പാട്ട് കൊള്ളത്തില്ല. രണ്ടിൻ്റെയും എസൻസ് ഒന്നാണ്. അല്ല, ആ പാട്ട് എനിക്കിഷ്ടമല്ല എന്ന് പറയുന്ന കണക്കാണ്. ബൈബിൾ അതെനിക്കിഷ്ടമല്ല, ഖുറാൻ അത് ശരിയാകത്തില്ല, ഗീത അതെനിക്കിഷ്ടമാണ്. ഇതിൻ്റെ എസൻസ് ഒന്നല്ലേ? ഇതല്ലേ നമ്മൾ ഈ കഴിഞ്ഞ 1000 പ്രഭാഷണത്തിലും പറയുന്നത്. തിയോസഫിയിൽ എന്ത് പറയുന്നത്? കമ്പാരിറ്റീവ് സ്റ്റഡി. നിങ്ങളെല്ലാം കൂടെ കമ്പയർ ചെയ്യുക, എസൻസ് ഒന്നാണ്. അതുകൊണ്ടാണ് തിയോസഫി ലോകം അംഗീകരിക്കുന്നത്. അവരെല്ലാ മതത്തിനെയും അംഗീകരിക്കുന്നത്, മതത്തെ തള്ളാനല്ല. കാര്യം മതത്തിൻ്റെ എല്ലാം എസൻസ് ഒന്നാണ്. പിന്നെ എന്തുകൊണ്ട് അത് കിട്ടുന്നില്ല എന്ന് ചോദിച്ചാൽ ഈ നമ്മുടെ അനുകരണമാണ്. അപ്പം ഇതൊരു അൺനോൺ കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ടൈം ആൻഡ് സ്പേസിന് അപ്പുറത്തുള്ളൊരു കാര്യത്തിനെ കുറിച്ച് അന്വേഷിക്കുകയാണ്. അത് അന്വേഷിക്കണമെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ നിൽക്കുന്ന നമ്മളെന്ന് വിശ്വസിക്കുന്ന അതിൽ നിന്നും പുറത്ത് കിടക്കണം. അപ്പോൾ അത് എങ്ങനെ ഉദാഹരണങ്ങൾ പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മൾ ആക്ച്വലി നമ്മളുൾപ്പെടെ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ നിൽക്കുന്ന കാഴ്ചകൾ നമ്മളൊന്ന് റെക്കോർഡ് ചെയ്ത് നോക്കിയാൽ ശരിക്കൊരു സിനിമയിൽ അഭിനയിക്കുന്ന പോലെയാണ് നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ കണ്ടാൽ മതി. സിനിമാ തിയേറ്ററിൽ നമ്മളൊന്ന് ഇറങ്ങി പുറത്ത് നിന്നെന്ന് വിചാരിക്കും, ഒരു 5 മിനിറ്റ് ചായ കുടിച്ചിട്ട് അകത്ത് കയറിയെന്ന് വിചാരിക്കും. ആ വെളിയിൽ നിൽക്കുമ്പം അകത്തെന്താണ്? അകത്തോടുകയാണ്, സിനിമ ഓടുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പങ്കെടുക്കുന്ന സിനിമയുണ്ടല്ലോ, രംഗങ്ങൾ, നമ്മുടെ വീട്, അതെങ്ങനെയാണോ ആ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി നിന്നതുപോലെ നമ്മൾ വിറ്റ്നസ്സായിട്ട് നിന്നാൽ മതി. കാര്യങ്ങൾ ആ വഴിക്ക് വിടുക. ലെറ്റ് ഇറ്റ് ഗോ. ഓൾ ഇസ് ഡിവൈൻ ആൻഡ് ഓൾ ഇസ് പെർഫെക്റ്റ്. എല്ലാം പെർഫെക്റ്റ് ആണ്.
പിന്നെ കർമ്മസിദ്ധാന്തം അനുസരിച്ച് ഇവിടെ പലതും സംഭവിക്കണം, ഇവിടെ പലതും ആൾക്കാർ ചെയ്യും. അതൊക്കെ അവരവരെ സംബന്ധിച്ച് ശരിയാണ്. നമ്മളിപ്പുറത്തെ സൈഡിൽ നിന്ന് അവർ ചെയ്യുന്നത് ശരിയല്ലെന്നും ശരിയാണെന്നും പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ തന്നെ അതിൻ്റെ കുറച്ച് കർമ്മസിദ്ധാന്തം നമുക്ക് കിട്ടും. അപ്പോൾ വഴി കൂടെ പോകുന്ന വയ്യാവലി എടുത്ത് നമ്മൾ തലയിൽ വെക്കരുത്. എന്ത് സംഭവിച്ചാലും ബൈബിളിൽ പറയും, ഒരു ചുവടുത്തടിച്ചാൽ മറു ചുവട് കാണിക്കണമെന്ന് പറഞ്ഞത് എന്തിനാണെന്ന് പറഞ്ഞാൽ, സമൂഹത്തിൽ നടക്കുന്നതെല്ലാം, അതല്ലേ ബ്രഹ്മസൂത്രത്തിലും എല്ലാത്തിലും പറയുന്നത്, ഭഗവത്ഗീത, എല്ലാത്തിലും ഞാനുണ്ട്, പക്ഷേ എല്ലാം ഞാനല്ല. അതാണ് ആ സ്വാമി ശങ്കരാചാര്യ ശിഷ്യൻ എല്ലാം പഠിച്ച് പുറത്തിറങ്ങിയപ്പം പുലി വന്നപ്പം പുലിയുടെ അടുത്ത് നിന്ന് പുലി മാന്തി തിരിച്ച് ശങ്കരാചാര്യത്തിൽ നിന്നപ്പോൾ ശങ്കരാചാര്യ ചോദിച്ച്, സ്വാമി പറഞ്ഞു എല്ലാം ദൈവമല്ലേ എന്ന്. അല്ല, അത് പുലിക്ക് അറിഞ്ഞൂടല്ലോ എന്ന് പറയുന്ന കണക്കാണ് നമുക്ക് ചുറ്റും ആ ശിഷ്യൻ അറിയാവുന്ന കണക്ക് നമുക്കറിയാമെങ്കിലും നമുക്ക് ചുറ്റുമുള്ളവർക്ക് അറിഞ്ഞുകൂടെങ്കിൽ ആ പുലി ആക്രമിച്ച കണക്ക് അവർ നമ്മളെ ആക്രമിക്കും. അപ്പോൾ ഇത് വേറൊരാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ളതല്ല. ആക്ച്വലി നമ്മളിത് പറയും തോറും ആൾക്കാർ കൊഞ്ഞനം കാണിക്കും. കാര്യം എന്താ അറിയാം, അവരുടെ സത്യം വേറെയാണ്. അവർ വേറൊരു മേഖലയിൽ നിന്നുകൊണ്ട് അവർ നമ്മളെ ഒബ്സർവ് ചെയ്യും. അപ്പോൾ ഇത് എന്തിനാണ് നിരന്തരം എന്ന് പറഞ്ഞാൽ, ഈ പബ്ലിക് സ്പീക്കിങ്ങിനെ കുറിച്ച് പറയാനുള്ളൂ. നിങ്ങൾക്ക് നല്ലൊരു പബ്ലിക് സ്പീക്കർ ആവണമെങ്കിൽ നിങ്ങളുടെ സ്പീച്ച് നിങ്ങൾ തന്നെ റെക്കോർഡ് ചെയ്ത് കേട്ടാൽ മതി. ഏതാ സ്പീക്കിംഗ് ഫിയർ മാറും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് പോലെ നമ്മളോടാണ് സംസാരിക്കേണ്ടത്. പുറത്തൊരാൾ സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്നതാണ് കാണുക. അത് കുറച്ചുകൂടെ തെളിച്ചത്തിൽ പറഞ്ഞാൽ, ഈ സത്യസായി ബാബയുടെ അവിടെ നിന്ന് ഈ ശിഷ്യന്മാരോട് പറയുന്നൊരു കാര്യമുണ്ട്, ഇനി നിങ്ങൾ ഇവിടെ വരണ്ട, എന്നെ കാണാൻ വരരുത്. ഇത് സാക്ഷാൽ സത്യസായി പറഞ്ഞതാണ്, വരരുത്. ഇനി നിങ്ങൾ പോകുന്ന സ്ഥലത്തെല്ലാം കാണുന്ന എല്ലാത്തിലും എന്നെ കാണണം. ഏതാ ഒരു ഭിക്ഷക്കാരൻ വന്നാൽ ആ ഭിക്ഷക്കാരനെ ഞാനായി കാണണം. അമ്പലത്തിൽ ചെന്നാൽ ആ ദൈവത്തെ ഞാനായി കാണണം. കാര്യം എന്താ, സത്യസായി എന്ന് പറഞ്ഞാൽ മരിക്കാൻ തയ്യാറുള്ള ശിഷ്യനാണ്. ആ ആൾക്ക് ആശ്രമത്തിൽ വരണ്ട, നീ പോകുന്ന സ്ഥലത്തെല്ലാം. ഇനി എന്നിട്ടും സംശയമുണ്ടെങ്കിൽ നീ യാത്ര ചെയ്യുന്ന സ്ഥലത്തും പോകുന്ന സ്ഥലത്തും ഒന്നുമില്ലെങ്കിൽ കാണുന്നൊരു സിനിമയിലെങ്കിലും എൻ്റെ പടം കാണും. ശ്രദ്ധിച്ചു നോക്കിയാൽ സത്യമാണ്. അത് സത്യസായി മാത്രമല്ല, ഷിർദിസായി ആണെങ്കിലും ഏതാണെങ്കിലും. അത് നമ്മൾ ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ക്ലാസ്സിൽ പറയും. ഒരു യെല്ലോ കാർ കോൺസെപ്റ്റ് എന്നുണ്ട്, യെല്ലോ കാർ റെഡ് കാർ കോൺസെപ്റ്റ് എന്ന് പറയും. നമ്മൾ തീരുമാനിക്കുകയാണ്, ഞാൻ ചുമപ്പ് കളറിലുള്ള കാറ് അങ്ങനെ കാണാറില്ല എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് നമ്മൾ റോഡിൽ ഇറങ്ങിയാൽ മൊത്തം ചുവപ്പ് കാറ് നമുക്ക് കാണാൻ പറ്റും. കാര്യം എന്താ പറയുക, നമ്മുടെ മനസ്സിലത് പതിച്ചിട്ടുണ്ട്. ആക്ച്വലി അവിടെ റെഡ് കാർ നേരത്തെ ഉണ്ടായിരുന്നു. അത് ഇങ്ങനെയാണ് ഇതിനെ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം ഇതെന്തിനാണ് ഈ സത്യസായി പോലുള്ളവർ പറയുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് പോലെ എല്ലാവരെയും സ്നേഹിക്കണം, എന്നെ കാണാൻ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാവരെയും കാണണം, എന്നോട് എങ്ങനെ സംസാരിക്കുമോ അങ്ങനെ നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കണം. നിങ്ങൾ എനിക്ക് പാദസേവ നടത്തി നിങ്ങൾ എന്നെ സൽക്കരിക്കുന്നത് പോലെ, എൻ്റെ ആശ്രമത്തിൽ സർവീസ് ചെയ്യുന്നത് പോലെ സമൂഹത്തിന് സർവീസ് ചെയ്യണം. ഇതാണ് അവിടുത്തെ മെസ്സേജ്. ഇതിന് പകരം സത്യസായി ബാബ ഫ്രോഡാണ്, ഭസ്മം കയ്യുടെ ഇടയ്ക്കൂടെ എടുക്കുന്ന, യൂട്യൂബിൽ ആന തേങ്ങ എന്നൊക്കെ പറഞ്ഞ് എന്ത് സാധനത്തിനും തർക്കിക്കാൻ ആൾക്കാരുണ്ട് ഇവിടെ. എന്തിന് ഈ തർക്കിക്കുന്നവർ പിന്നെ എന്ത് ആത്മീയതയാണ് ഇവർ പറയുന്നത്? ഇവരാരെയാണ് ഫോളോ ചെയ്യുന്നത്? ഇനി വല്ല ചൈനയിലെ കാണുള്ള താവോയിസമോ എന്തെങ്കിലും മനുഷ്യന് മനസ്സിലാവാത്ത പണ്ടാരം സാധനം എടുത്ത് ഇവിടെ കൊണ്ടുവരും. ഇനി നമ്മൾ ആ വഴിക്ക് പോയി അത് പഠിച്ചാൽ പറയും ഈജിപ്തിലൊരു പുസ്തകം ഉണ്ടെന്ന് പറയും. എന്നാലും വേണ്ടില്ല, ഇന്നിപ്പോൾ യൂട്യൂബ് ഉള്ളതുകൊണ്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ചുമ്മാ തർക്കിക്കാൻ വരുന്നവരാ, വെറുതെ തർക്കിക്കുക. അവർ തർക്കിച്ചോട്ടെ. നമ്മുടെ വീട്ടിലുള്ളവരെയോ നമ്മുടെ സുഹൃത്തുക്കളെയോ ആരെയും ബോധ്യപ്പെടുത്തണ്ട. പക്ഷേ 2 സത്യസായ ഡിവോട്ടികൾ തങ്ങളിൽ സംസാരിച്ചാൽ അവർ തങ്ങളിൽ ഒരു ഐക്യമുണ്ട്. ട്രൂ ഡിവോട്ടീസാണേ, ഞാൻ പറയുന്നത് സത്യസന്ധമായ ഡിവോട്ടീസാണ്. അല്ല ചുമ്മാ പേരിനും മറ്റും ആക്രാന്തം പിടിച്ച് നടക്കുന്നവർ അല്ല പറയുന്നത്. അത് അമൃതാനന്ദമയുടെ ഡിവോട്ടീസായിക്കോട്ടെ, ഷിർദിസായുടെ ഡിവോട്ടീസായിട്ടെ, നമുക്കിവരെ കാണുമ്പം ഇവരുടെ സംഭാഷണത്തിൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ മേഖലയിൽ ചെല്ലുമ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും. ഒരാളൊരു സെൻറ്റൻസ് സംസാരിച്ചാൽ, ഒരു വാക്ക് സംസാരിച്ചാൽ
സംസാരിക്കുന്നതിൻ്റെ രീതി കേട്ടാൽ നമുക്ക് മനസ്സിലാവും. അത് അവരുടെ സംഭാഷണത്തിലും പെരുമാറ്റത്തിൽ തന്നെ ഒരു സ്നേഹം കാണും. അതാണ് വിവേകാനന്ദൻ ചിക്കാഗോ സ്പീച്ചിൽ മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ആ വാക്കിൽ തന്നെ സ്നേഹം അവിടെ ഉള്ളവർക്ക് ഫീൽ ചെയ്യാൻ പറ്റിയെന്നാണ് പറയുന്നത്. അതാണ് പവർ. അല്ലാതെ ഇവർ പറയുന്ന ജാട, പിന്നെ എന്തോന്ന് ശ്രീചക്ര, പിന്നെന്തോന്ന് ഉപാസന, മന്ത്രം, തന്ത്രം, അതൊക്കെ മന്ത്രവാദമാണ്. കുട്ടിച്ചാത്താൻ സേവ, ഒടി എന്നൊക്കെ പറയുന്ന കണക്കുള്ള പരിപാടിയാണ്. അതൊന്നും ആത്മീയതയായിട്ട് യാതൊരു പുലബന്ധവുമില്ല. എന്താണ് ആത്മീയത, എന്താണ് മന്ത്രം, എന്താണെന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് ഒരു വേർതിരിവും ഇല്ലാതെ ആണ് ആൾക്കാർ മുമ്പോട്ട് പോകുന്നത്. അവർ പോയിക്കോട്ടെ. ഇനി ഒരു മന്ത്രവും തന്ത്രവും പഠിച്ചില്ലെങ്കിലും ഈ മേഖലയിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് പവർ ഉണ്ടാവും. കാര്യം നമ്മൾ ഇൻ്റലിജൻസുമായിട്ട് പ്രകൃതിയായിട്ട് കണക്റ്റഡ് അല്ലേ. അപ്പോൾ പക്ഷികളായിക്കോട്ടെ, മൃഗങ്ങളായിക്കോട്ടെ, പലതും നമ്മളിലേക്ക് അട്രാക്റ്റ് ആവും. നമ്മളൊന്നും അന്വേഷിച്ച് പോകണ്ട. റോഡിലൂടെ പോകുമ്പോൾ ഒരു കടിക്കുന്ന പട്ടി പലരെയും കടിച്ചാലും നമ്മളെ കടിക്കത്തില്ല. അതാണ് ഈ ശ്രീനാരായണ ഗുരുവൊക്കെ അന്ന് മരുത്തോമലയിൽ 4-4.5 വർഷം ആ കാട്ടിനകത്ത് എങ്ങനെ ഇരുന്ന് ചട്ടമ്പി സ്വാമികൾ എങ്ങനെ മൃഗങ്ങളുമായിട്ട് സംസാരിച്ചു. ഇതൊന്നും അതിശയകരമായ കാര്യമല്ല. ഇതെല്ലാം സാധാരണ കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് കഴിഞ്ഞാൽ, നമ്മൾ ഈ സംസാരിക്കുമ്പം ഒരു കാരണവശാലും നമ്മൾ വേറൊരാളെ വിമർശിക്കുന്നെന്നോ വേറൊരാൾ ചെയ്യുന്നത് തെറ്റാണെന്നോ അല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ യാത്രയിലേക്ക് എത്താത്തവരാണ്. എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല. സൈലൻസിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പോകും. പക്ഷേ ആ പോകുന്ന പോക്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇന്നതൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അതിൽ ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ എൻ്റെ നമ്പർ, മെയിൽ ID ഉണ്ട്. ചിലരെന്നെ വിളിച്ചിട്ടുണ്ട്, ചില കറക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്, ഞാനത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം ഇത് പൂർണ്ണമായി ആർക്കും അങ്ങനെ പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ സാധ്യമല്ല എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ഈ യൂട്യൂബിൽ ഈ സാധനം പറഞ്ഞു പോകുന്നത്. കാര്യം ഇത് ഞാൻ പല സ്ഥലത്തും പോയി കേൾക്കാൻ ആഗ്രഹിക്കുകയും പലരോടും ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ വന്നപ്പം ഞാൻ തന്നെ പുസ്തകങ്ങളിലൂടെ അന്വേഷിച്ച് കണ്ടെത്തുകയും പുസ്തകം ഞാൻ റെഫറൻസ് ലൈബ്രറിയിൽ നിന്നല്ല വാങ്ങിച്ച് തന്നെ സൂക്ഷിക്കുകയും അതിലൂടെയാണ് ആക്ച്വലി എനിക്ക് എന്തെങ്കിലും ഒരു സംശയം വന്നാൽ ഞാൻ അതിലൂടെ പോയിട്ടാണ് ഒരു ഉത്തരം കണ്ടെത്തിയിട്ട്. ഇപ്പോൾ രാവിലത്തെ സ്പീച്ചിൽ തന്നെ എനിക്ക് തന്നെ അത് കേട്ടപ്പോൾ എന്തോ ഒരു ഇൻഡിഫറൻസ് ഫീൽ ചെയ്തിട്ടാണ് ഞാൻ ഈ ടോക്ക് നടത്തുന്നത്. അപ്പോൾ താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടാം. എനിക്ക് പേഴ്സണലി വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോ എന്ന് പറയുന്ന ബട്ടണിൽ പോയിട്ട് പ്രീവിയസ് ഇതിലോട്ട് പോയാൽ പഴയത് ഇത് ചെയ്യാം. അതിൽ ടോപ്പിക് വൈസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുമെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാം. താങ്ക് യു.